വീണ്ടും 2 ഏജൻസികളുടെ ഫലങ്ങൾ കൂടി വരുന്നു. മൊത്തം 8 ഏജൻസികളുടെ സർവേ ഫലങ്ങളാണ് ഇപ്പോൾ എത്തുന്നത്. പോൾ ഡയറി BJP 42 മുതൽ 50 സീറ്റുകൾ വരെ നേടിയേക്കാമെന്ന് പ്രവചിക്കുന്നു. ആം ആദ്മി പാർട്ടി 18 മുതൽ 25 സീറ്റുകളിലേക്ക് ഒതുങ്ങും. പോൾ ഡയറിയിലും BJP തന്നെയാണ്. 50 സീറ്റുകൾ വരെ BJPക്ക് ലഭിച്ചേക്കാം എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. അതായത് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന 8 എക്സിറ്റ് പോൾ ഫലങ്ങളിലും ഒരെണ്ണത്തിൽ പോലും ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുമെന്ന സൂചന നൽകുന്നില്ല. BJPക്ക് കേവല ഭൂരിപക്ഷം. അതേസമയം കോൺഗ്രസിന് സീറ്റ് കിട്ടാം. കഴിഞ്ഞ തവണ സീറോയിൽ നിന്ന് സീറ്റ് കിട്ടാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആണ് സ്പോയിലർ കേട്ടോ. സംശയവും വേണ്ട. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ സ്പോയിലർ ആയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വെച്ചാൽ കോൺഗ്രസിന്റെ ക്യാമ്പയിൻ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ക്യാമ്പയിനാണ്. കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും എതിരായിട്ട് ഏറ്റവും വലിയ പ്രചാരണങ്ങൾ നടത്തിയിട്ടുള്ള. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ തകർക്കാതെ കോൺഗ്രസിന് അവിടെ വിജയിച്ചു വരാനോ അവിടെ ഒരു പുനരുജ്ജീവനം സാധ്യമാകും. കോൺഗ്രസിന്റെ വോട്ടാണ് ആപ്പ് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖർഗെ നേട്ടമുണ്ടാക്കിയില്ലെങ്കിലും സീറ്റിന്റെ കാര്യത്തിൽ നേട്ടമുണ്ടാക്കിയില്ലെങ്കിലും പെർസെന്റേജ് വൈസ് നേട്ടമുണ്ടാക്കി. കഴിഞ്ഞ തവണ എത്ര പെർസെന്റേജ് ആണ്? 4%. അതിന് തൊട്ട് മുമ്പ് എത്രയാണ്? 10%. 10%. 2015 അതിന് തൊട്ട് മുമ്പ് എത്രയാണ്? അവസാനം അതായത് ഷീലാ ദീക്ഷിത് മാറി വരുന്ന സമയത്ത് 2013 25%. അതായത് കോൺഗ്രസ് മെൽറ്റിംഗ് ഡൗൺ നമ്മൾ പറയത്തില്ലേ, 10% പിന്നെ 4%. ഇപ്രാവശ്യം അവരുടെ വോട്ട് പെർസെന്റേജ് ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പ്രശ്നം എന്താ, ആ വോട്ട് പെർസെന്റേജ് ഉയരുമ്പോൾ അത് ആം ആദ്മി പാർട്ടിക്കാണ് പിന്നെ തകർച്ചയുണ്ട്. BJPക്ക് അത് നിശ്ചയമായും ഗുണമാകും. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഷീലാ ദീക്ഷിതിന്റെ മകനാണ് സന്ദീപ് ദീക്ഷിത്. അതേപോലെ തന്നെ സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേസ് വർമ്മ. ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടൊരു വികാരം ന്യൂഡൽഹി വോട്ടർക്കുണ്ടെങ്കിൽ അയാളുടെ ചോയ്സ് ആരാണ്? അത് സന്ദീപ് ദീക്ഷിത് അല്ല, മറിച്ച് പർവേസ് വർമ്മയാണ്. സ്വാഭാവികമായിട്ടും ഒരു നിഷ്പക്ഷ വോട്ടർ BJP വോട്ട് ചെയ്യുന്നു എന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു എന്നതാണ്. വളരെ കനത്ത ഫൈറ്റാണ് ആ മണ്ഡലത്തിൽ. അതുപോലെ തന്നെയാണ് കൽക്കാജി കേട്ടോ. കൽക്കാജി വലിയ അതിശയുടെ മണ്ഡലമാണ്. അവിടെ മത്സരിക്കുന്ന ആരാണ്? രമേശ് അതെ. അപ്പൊ അൽക്കാലാമ്പ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയ പോരാട്ടമാണോ? അതിശയെ പോലൊരു കാൻഡിഡേറ്റിനെതിരായിട്ട് അൽക്കാലാമ്പയെ പോലെ വളരെ സ്ട്രോങ് ആയ ഒരു കാൻഡിഡേറ്റിനെയാണ് കോൺഗ്രസ് പിച്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നാച്ചുറലി അത് അതിശിക്കാണ് അപകടം. ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെ BJPക്കെതിരെ വോട്ട് ചെയ്തതിനു ശേഷം ഒരു വാചകം പോലും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് റിജക്ട് ദോസ് ഹു ചീറ്റഡ് യു ബൈ മേക്കിംഗ് ഫോൾസ് പ്രോമിസസ്. ആ ഫോൾസ് പ്രോമിസസ് നടത്തിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ആണെന്ന് ക്യാമ്പയിനിലുടനീളം പറയുകയായിരുന്നു. അല്ല, അതിനകത്ത് സുജയ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ കോൺഗ്രസ് ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയം ഇനി ഡൽഹിയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ശക്തിപ്പെടണമെങ്കിൽ അവർക്ക് തകർക്കേണ്ട പാർട്ടി ഏതാണെന്ന് അറിയാവോ? ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മി പാർട്ടി ഇപ്രാവശ്യം തകർന്നോട്ടെ, BJP അധികാരത്തിൽ വന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സ്ട്രാറ്റജിക്കൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയത് ആം ആദ്മി പാർട്ടിയാണ്. അതേ ആം ആദ്മി പാർട്ടിയെ നശിപ്പിക്കാതെ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിലവിൽ വന്നിരിക്കുന്ന 8 എക്സിറ്റ് പോൾ ഫലങ്ങളും കൃത്യമായി BJPക്ക് മുൻതൂക്കം പ്രവചിക്കുമ്പോൾ കാര്യത്തിൽ കോൺഗ്രസിന് നേട്ടമില്ലെങ്കിലും പെർസെന്റേജ് വൈസ് ശതമാനക്കണക്കിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കുന്നു എന്ന് വേണം. മാത്രമല്ല ഇന്ത്യ മുന്നണി സമവാക്യങ്ങളെല്ലാം തകരുമെന്നുള്ളതാണ്. കാരണം ഇന്ത്യ മറ്റു കക്ഷികളൊക്കെ തന്നെ അല്ല, അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് സ്മൃതി. കാരണം വെച്ചാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു ദേശീയ മുന്നണിയാണ്. അത് ദേശീയ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള മുന്നണിയാണ്. ഇനി ആ മുന്നണിയുടെ പ്രസക്തി എന്ന് പറയുന്നത് 2029 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലാണ്. അല്ലെങ്കിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ. എന്തായാലും അങ്ങനെയാണെങ്കിൽ തന്നെ 2029 തെരഞ്ഞെടുപ്പ് നടക്കുക. ആ സമയത്ത് മാത്രമാണ് അതിന് പ്രസക്തി. ബാക്കിയുള്ള എല്ലാ സമയത്തും അവരവരുടെ ശക്തി തെളിയിക്കാനും അവരെ പുനരുജ്ജീവിപ്പിക്കാനും ശ്രമിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യ മുന്നണിയാണ്. പിന്നെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിൽ ഇന്ത്യ മുന്നണിയുണ്ടോ? അല്ലെങ്കിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ ഇന്ത്യ മുന്നണിയുണ്ടോ? ഇല്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിൽ സാധ്യമല്ല. ഇനിയിപ്പോൾ ഈ പറയുന്ന ഡൽഹിയിൽ BJP അധികാരത്തിൽ വന്നാൽ അതിന്റെ യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കളാകാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. കാരണം വെച്ചാൽ കോൺഗ്രസ് ഇനിയിപ്പോൾ അവിടുത്തെ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ട് വളർന്നു വരുമെന്ന കാര്യത്തിൽ അവർക്കൊരു സംശയമില്ല. കാരണം ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി നഷ്ടപ്പെട്ടാൽ പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ആം ആദ്മി പാർട്ടി എത്രത്തോളം നിലനിൽക്കും, അവരെത്രത്തോളം പ്രസക്തമാണെന്നുള്ള ചോദ്യമുണ്ട്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയെ തകർക്കുക എന്നുള്ളതാണ്. മാത്രമല്ല കോൺഗ്രസിന്റെ AICC തലത്തിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ അതായത് ആം ആദ്മി പാർട്ടി ഒരു വൺ ടൈം വണ്ടറായി അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് തങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന കില്ലർ ഫോഴ്സ് ആകുമെന്നാണ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖമില്ലാതെയാണ് മറ്റ് 2 പാർട്ടികളും കേജ്രിവാൾ എന്ന മുഖമില്ലാതാക്കാൻ അപ്പുറത്ത് മുഖത്തെ വെച്ചിട്ടില്ല. ആം ആദ്മി പാർട്ടിയുടെ ശക്തി ആ മുഖം തന്നെയായിരുന്നു. ആ മുഖം മാത്രമായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് ശക്തിയായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ മുഖത്തിൽ ശീഷമഹൽ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ BJP ആദ്യ നിമിഷം മുതൽ തന്നെ കരിനിഴൽ വീഴ്ത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ കറപ്ഷനേക്കാൾ അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് യമുനയടക്കമുള്ള വിഷയങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വാഗ്ദാനം പാഴായില്ലേ എന്ന് പറയുന്നത് BJP മാത്രമല്ല, രാഹുൽ ഗാന്ധി കൂടിയാണ്. ഒന്നും പ്രധാനപ്പെട്ട വിഷയമായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. ഭരണമാണ് വിഷയം.
ആ ഭരണത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ ആരോപണം അവിടുത്തെ വോട്ടർമാർ വിലക്കെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു ഭാഗത്ത് BJP-യും മറുഭാഗത്ത് രാഹുൽ ഗാന്ധിയുമാണ് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തെ ആക്രമിക്കുന്നത്. ഈ വളരെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ എപ്പോഴും ആം ആദ്മി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഡൽഹിയിൽ സഹായിച്ചിട്ടുള്ളത് ഈ പിന്നാക്ക വിഭാഗങ്ങളാണ്, പ്രത്യേകിച്ച് OBC, ദളിത് വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ലോ ഇൻകം ഗ്രൂപ്പ്. ഈ 3 വിഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അതേസമയം അതുപോലെ തന്നെ ഒരു 4% വരുന്ന സിഖുകാരും ഈ ആം ആദ്മി പാർട്ടിക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിങ്ങളും ആം ആദ്മി പാർട്ടിക്കൊപ്പമാണ് നിന്നിരുന്നത്. എന്നാൽ ഇക്കുറി അങ്ങനെയുള്ള ആ ജാതി സമവാക്യങ്ങൾ മുഴുവൻ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു സംശയമില്ല. കാരണം വെച്ചാൽ എപ്പോഴും ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തുകൊണ്ടാണ് ഡൽഹിയിലെ പാറ്റേൺ മാറുന്നത്? അതിൻ്റെ കാര്യം വെച്ചാൽ ഈ OBC വോട്ട്, SC/ST വോട്ട് എന്നീ വോട്ടുകൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അനുകൂലമായിട്ട് നിൽക്കും, അതേപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരെ തിരിച്ച് ആം ആദ്മി പാർട്ടിയിലേക്ക് വരും. ഇവിടെ ഇപ്പോൾ ആ വോട്ട് ബാങ്കിലേക്ക് വളരെ ശക്തമായി കടന്നു കയറാൻ, മുന്നോക്ക വോട്ട് ബാങ്കിനൊപ്പം തന്നെ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ബാങ്ക് കൂടി പിടിച്ചെടുക്കാൻ ഇപ്രാവശ്യം BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയെ തറപറ്റിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ പിന്നാക്ക വോട്ടുകൾ തങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നുവെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഒരു പരിപാടി ചെയ്തു ഇപ്രാവശ്യം. എന്താണെന്നറിയാമോ? മുന്നാക്ക വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്കും ഗുരുദ്വാരകളിലെ പൂജാരിമാർക്കും 18,000 രൂപയുടെ ശമ്പളം, മാസ ശമ്പളം പ്രഖ്യാപിച്ചു. എന്തിനാണ് അങ്ങനെ പ്രഖ്യാപിച്ചത്? നിശ്ചയമായും അരവിന്ദ് കെജ്രിവാളിന് അറിയാം പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ചോർച്ച ഉണ്ടാകും, അത് BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മുന്നാക്ക വിഭാഗത്തിൽ നിന്ന് കുറച്ച് വോട്ട് കൊണ്ടുവരിക. ആ ലക്ഷ്യത്തിലാണ് ഈ പറയുന്ന 18,000 രൂപ ശമ്പളം ഈ പൂജാരിമാർക്ക് പ്രഖ്യാപിച്ചത്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ മുസ്ലിം വോട്ടാണ്. ആ മുസ്ലിം വോട്ട് ഇപ്രാവശ്യം ഇല്ലെന്നേ, മുസ്ലിം വോട്ട് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പൗരത്വ നിയമത്തിന്റെ പ്രക്ഷോഭകാലത്ത് ഷാഹിൻ ബാഗ് നമുക്കറിയാവുന്നതാണ്. അത്തരം കലാപങ്ങളുടെ കാലത്തൊക്കെ ഇയാൾ അരവിന്ദ് കെജ്രിവാൾ കാണിച്ചൊരു നിശബ്ദതയുണ്ട്. ആ നിശബ്ദതയാണ് മുസ്ലിങ്ങളെ അവിടെ നിന്ന് അകറ്റിയത്. അത് നിശ്ചയമായും ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്.